ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് എവരിബഡി ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുരം. വിപിൻ ദാസ് എന്ന് പറഞ്ഞ സംവിധായകൻ ജയ 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 ഹേ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന പടം എന്ന് പറയുമ്പോൾ തന്നെ ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് ഉണ്ട്. അത് കൂടാതെ തന്നെ പൃഥ്വിരാജ് സുകുമാരനും ബേസിൽ ജോസഫും ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഹൈപ്പ് ഒന്നും കൂടി ആ ഹൈപ്പിന് വർത്തായിട്ടുള്ള ഒരു പടം തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ആദ്യം തൊട്ട് അവസാനം വരെ നല്ല എൻഗേജിങ് ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഈ സിനിമയുടെ എഴുത്ത് ദീപു പ്രദീപാണ്. കുഞ്ഞിരാമായണം, പേരില്ലൂർ പ്രീമിയർ ലീഗ് ഒക്കെ എഴുതിയത് ദീപു പ്രദീപ. അതായത് അത്യാവശ്യം കാരിക്കേച്ചറിഷ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്, അദ്ദേഹത്തിന്റെ മുമ്പുള്ള സിനിമകൾ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ലോജിക്കൊന്നും എടുത്ത് ഈ സിനിമ കാണാൻ നിൽക്കണ്ട. കാരണം ലോജിക്കല്ല അവിടുത്തെ കാര്യം. കുറച്ച് സിറ്റുവേഷൻസ്, അതിൽ ആൾക്കാർ കടന്നു പോകുന്ന അവസ്ഥകൾ, അതിൽ കുറച്ച് നർമ്മം, അപ്പൊ അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട്. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ പൃഥ്വിരാജിന് ഈ ടൈപ്പ് ഓഫ് നർമ്മം വഴങ്ങുമെന്നൊക്കെ പല സ്ഥലത്തും സംശയം ഉതിർന്നതായിട്ട് കണ്ടിരുന്നു. പടം ഇറങ്ങട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഇരുന്നത്. പക്ഷെ പടം ഇറങ്ങിയപ്പോൾ ആ സംശയമൊക്കെ പോയി. പൃഥ്വിരാജ് നന്നായിട്ട് തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ടൈപ്പ് ഓഫ് മൂവിക്ക് വേണ്ട ഒരു മീറ്ററാണ് മൂപ്പര് പിടിച്ചേക്കണേ. അത് നന്നായിട്ട് തന്നെ വർക്ക് ആയിട്ടുണ്ട്. പിന്നെ ബേസിൽ ജോസഫ് പറയണ്ട, ആസ് യൂഷ്വൽ കോമഡി ടൈമിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇതിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾ അതർ കാസ്റ്റ്, അതിപ്പോ അനശ്വര രാജനായാലും നിഖില വിമലായാലും കാസ്റ്റിന്റെ കാര്യത്തിൽ ഈ പടം ഒരു ഓൾമോസ്റ്റ് ഓക്കെയാണ്. 1-2 ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ നന്നാവുമായിരുന്നു തോന്നി. അത് പക്ഷെ അത് റെലവെന്റ് അല്ല. അത്രയും നന്നായിട്ട് തന്നെ ഈ സിനിമ വിപിൻ ദാസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതില് ത്രൂ ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണെന്നൊന്നും ഞാൻ പറയണില്ല. ഒരു പോയിന്റ് എത്തുമ്പോൾ കോമഡിയൊക്കെ ഒന്ന് ഫ്ലാറ്റ് ആയി പോകുന്നുണ്ട്. എല്ലാ ജോക്കും അങ്ങോട്ട് വർക്കായിട്ടൊന്നുമില്ല. എന്നാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ക്രൗഡിന്റെ ഒപ്പം സുഖമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഇതില് തമിഴ് നടൻ യോഗി ബാബു ഒക്കെ വരുന്നുണ്ട് കേട്ടോ. മൂപ്പരുടെ പോർഷൻസ് ആക്ച്വലി മൂപ്പരനെ ചെയ്യേണ്ടതാണോ ചോദിച്ചാൽ ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ മൂപ്പര് അങ്ങേരുടെ ക്യാരക്ടേഴ്സിന് കൊണ്ടുവരുന്ന ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതൊക്കെ രസമായിട്ട് തന്നെ സിനിമയിൽ വർക്കായിട്ടുണ്ട്. ദീപു പ്രദീപ് എഴുതിയിട്ടുള്ള സിനിമകൾ, അതായത് കുഞ്ഞിരാമായണം, പേരില്ലൂർ പ്രീമിയർ ലീഗ് പോലെയുള്ള ആ ടൈപ്പ് ഓഫ് സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഗുരുവായൂർ അമ്പലനടയും ഇഷ്ടാവും. ഇതിൽ കുറെ മലയാള സിനിമകളുടെ റെഫറൻസുകൾ വരുന്നുണ്ട്. ഒന്നും രണ്ടൊന്നുമില്ല, കുറെ സിനിമകളുടെ റെഫറൻസുകൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ സിനിമ ഒന്നും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കുറെ പോർഷൻസ് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ ടൈപ്പ് ഓഫ് മൂവികൾ ശരിക്കും എടുത്ത് വിജയിപ്പിച്ച ഒരു ലെജൻഡറി സംവിധായകൻ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. നമ്മൾ അങ്ങനത്തെ സിനിമകൾ കുറെ കണ്ടിട്ടുള്ളതാണ്. അതായത് പ്രിയദർശനാണ് ഈ ടൈപ്പ് ഓഫ് മൂവിയുടെ തലതൊട്ടപ്പൻ. മൂപ്പര് എന്തുകൊണ്ട് ഇതിൽ ലെജൻഡാന്ന് നമുക്ക് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഇതിനെ ഞാൻ താഴ്ത്തി പറയല്ല. പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു ലെവലിൽ പോവുമല്ലോ. ക്ലൈമാക്സ് ഒക്കെ പ്രിയദർശന്റെ വെട്ടത്തിന്റെ ക്ലൈമാക്സ് ആയാലും അങ്ങേർക്ക് അങ്ങനെ ഈ ക്ലൈമാക്സിൽ കംപ്ലീറ്റ് ആൾക്കാരെയും കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിപാടി അത്രയും എഫക്റ്റീവായിട്ട് അത്രയും കൈയടക്കത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടർ പ്രിയദർശനാണ്. ആ ഒരു ലെവലാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ്. ആ പോർഷൻസിലൊക്കെ നന്നായിട്ട് ചെയ്യാമായിരുന്ന കുറെ ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വർക്കാവാത്ത ഭാഗങ്ങളുണ്ട് പേഴ്സണലി എനിക്ക്. അപ്പോൾ എന്നാൽ പോലും പൊട്ടിച്ചിരിക്കാവുന്ന കുറേ സാധനങ്ങൾ അപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പോർഷൻസ് ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നി. ഓവറോൾ നല്ല സിനിമയാണ്, നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഒറ്റയ്ക്ക് പോവാതെ ആൾക്കാരെ കൂടെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ നല്ലൊരു പാക്ക്ഡ് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ഗുണം എന്തായാലും ഉണ്ടാവും. എന്തായാലും കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഒരാളെ ഇതിൽ പ്രത്യേകിച്ച് അഭിനന്ദിച്ചാൽ മതിയാവുള്ളൂ. അത് ഈ സിനിമയുടെ ആർട്ട് ഡയറക്ടറാണ്. ആരാണെന്ന് ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഗുരുവായൂർ അമ്പലത്തിന്റെ 1:1 സൈസിലുള്ള ഒരു സെറ്റ് ഇട്ടിട്ടാണ് ഇതിന്റെ ക്ലൈമാക്സ് പോർഷൻസ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ഗുരുവായൂർ അമ്പലം അല്ല എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്രയും കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനെന്തായാലും ഒരു ഹാറ്റ്സ് ഓഫ്. ഒരു നോ നോൺസെൻസ് കോമഡി പടം, അതാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. ജയ ജയ ജയഹയുടെ സംവിധായകനാന്ന് വിചാരിച്ചിട്ട് സാമൂഹിക പ്രസക്തിയുള്ള കാലിക പ്രസക്തിയുള്ള സന്ദേശം നൽകുന്ന സിനിമയെന്ന് വിചാരിച്ച് പോകുന്നു വേണ്ട. സിമ്പിളായിട്ട് കണ്ടിറങ്ങി പോരാം. ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ട്, പറഞ്ഞാൽ സ്പോയിലർ ആവും, അതുകൊണ്ട് പറയണില്ല. അത് പിന്നീടാവാം, പറയണമെന്ന് തോന്നിയാൽ പറയാം. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷമൊക്കെ ആയിട്ട് വരാം. കാണാം.